നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 9. അങ്ങനെ ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്ക്ലി എക്സ്പയറിയാണ്. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്ന് TCSന്റെ Q1 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കും. ഇതോടുകൂടിയിട്ടാണ് Q1ലെ റിസൾട്ടുകളുടെ ഔദ്യോഗികമായിട്ടുള്ള ആരംഭം ഇന്ത്യൻ മാർക്കറ്റിൽ കുറിക്കുന്നതും. ആയതിനാൽ തന്നെ ഒരു പക്ഷേ മാർക്കറ്റിൽ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ IT മേഖല ഇന്ന് ശ്രദ്ധ ആകർഷിക്കുവാനും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ വീണ്ടും USന്റെ ഭാഗത്ത് നിന്നും ഇറാനെതിരെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. എങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം അമേരിക്കയുടെ ഇറാന് മുകളിലുള്ള ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തിന് ശേഷം ഇറാൻ USനെ ബന്ധപ്പെട്ടുവെന്നും ഒരു ഡീലിന് അവർ തയ്യാറാണെന്നുള്ള പ്രസ്താവനയും ട്രംപ് നടത്തിയിട്ടുണ്ട്. ആയതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ നടപടികളെ നമ്മൾ സംശയത്തോടുകൂടി തന്നെ നോക്കി കാണേണ്ടതായിട്ടുമുണ്ട്. കാരണം അദ്ദേഹം ഒരു പക്ഷേ ഒരു മാനിപ്പുലേഷന് വേണ്ടി ശ്രമിക്കുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. കാരണം ഇന്നലെ US മാർക്കറ്റിൽ നാസ്ഡാക്കിന് നേരിയ നേട്ടത്തോടുകൂടിയും അതേസമയം S&P 500ന് നേരിയ നഷ്ടത്തോടുകൂടിയും മാത്രമേ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നുള്ളൂ. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റിൽ ശക്തമായ ഇടിവ് അനുഭവപ്പെട്ടെങ്കിൽ കൂടിയിട്ടും അതുകൊണ്ട് തന്നെ ഇന്ന് ട്രേഡേഴ്സ് ഒക്കെ മാർക്കറ്റിൽ വളരെ കെയർഫുൾ ആകേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും സമയത്ത് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു കമന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അത് വീണ്ടും മാർക്കറ്റിനെ ശക്തമായ ഒരു റീബൗണ്ടിലേക്ക് നയിക്കുകയും ചെയ്യും. അത് വീണ്ടും ട്രേഡേഴ്സിനെ ഇന്നലത്തെ പോലെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് ചാടിക്കുകയും ചെയ്യും. എന്തൊക്കെയായാലും 1-2 ദിവസങ്ങൾ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ US ഇറാൻ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുകയുമുള്ളൂ. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ US അക്രമങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ വീണ്ടും തുടങ്ങിയ യുദ്ധത്തെക്കുറിച്ചോ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും വരുന്നില്ല താനും. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ആകെ സംശയം ഉയർത്തുന്ന മറ്റൊരു കാര്യം US അവരുടെ 20ഓളം നേവി വാർഷിപ്സിനെ മിഡിൽ ഈസ്റ്റില് മൊത്തത്തില് വിന്യസിച്ചു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മിക്സ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്നത് കൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പിക്ചറിന് ഇനിയും ക്ലാരിറ്റി ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ റെസിസ്റ്റൻസ് ലെവലായിരുന്ന 23,800 എന്ന ലെവലിലായിരുന്നു ഇന്നലെ നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചത്. വലിയൊരു ഇടിവുണ്ടായെങ്കിൽ കൂടിയിട്ടും ആയതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 23,800 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഒരു കറക്റ്റീവ് ഫേസിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയുമില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 23,600 തുടർന്ന് 23,500 എന്നീ ലെവലുകൾ നോക്കി കാണേണ്ടതായിട്ടുമുണ്ട്. ഈ ലെവലുകളിൽ നിന്നും നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടും നിലനിൽക്കുന്നു. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു റീബൗണ്ട് സാധ്യമാവുകയാണെങ്കിൽ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ലെവലായ 24,000 എന്ന ലെവലിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. ഈ ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് 24,200 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറുവാനുള്ള സാധ്യതകളുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നിന്നും ഇന്ത്യൻ സമയം രാത്രി 11:30 FOMC മിനിറ്റ്സിന്റെ റിലീസ് ഉണ്ടായിരുന്നു. FOMC മിനിറ്റ്സിന്റെ റിലീസ് ഹോക്കിഷ് ആയിട്ടുള്ള ഔട്ട്ലുക്ക് ആണ് വന്നതും. അതായത് ഏതാനും മാസങ്ങളായിട്ട് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ജൂണിൽ പലിശ നിരക്ക് ഉയർത്തുന്ന കാര്യം ചില US ഫെഡ് ഉദ്യോഗസ്ഥർ പരിഗണിച്ചതായിട്ടാണ് ഫെഡ് മിനിറ്റ്സിൽ നിന്നും വ്യക്തമാകുന്നതും. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകൾ ഒന്നും തന്നെയില്ല. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ രാവിലെ 7 മണിയോടുകൂടി ചൈനയിൽ നിന്നും ജൂൺ മാസത്തിലെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ട്, ഇയർ ഓൺ ഇയർ ബേസിസിലുള്ളത്. പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 US നിന്നും ജൂൺ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്ന് IPOസിന്റെ ഒന്നും ലിസ്റ്റിംഗ് ഇല്ല. ടൈറ്റാൻ കമ്പനി, ഹർഷ എഞ്ചിനീയേഴ്സ് ഇന്റർനാഷണൽ, RPG ലൈഫ് സയൻസ്, ഷീല ഫോംസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡന്റ് ഡേറ്റ് ആണ് ഇന്ന്.
അതായത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇന്ന് സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ പ്രഖ്യാപിക്കപ്പെട്ട ഡിവിഡന്റ് പുതുതായി വാങ്ങുന്നവർക്ക് ലഭിക്കുകയില്ല. എന്നാൽ ഇന്ന് മുതൽ നിലവിൽ ഹോൾഡ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ വിറ്റാലും കഴിഞ്ഞ തവണ പ്രഖ്യാപിക്കപ്പെട്ട ഡിവിഡന്റ് ലഭിക്കുകയും ചെയ്യും. ജൂൺ മാസത്തിൽ ആഡ് ചെയ്യപ്പെട്ട ഡിമാറ്റ് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇന്നലെ റിലീസ് ചെയ്തു. 2.5 മില്യൺ അഥവാ 25 ലക്ഷം പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ജൂൺ മാസം മാത്രം ഇന്ത്യയിൽ ഓപ്പൺ ആയതും ഈ വർഷം ഫെബ്രുവരിക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ഓപ്പൺ ആകുന്നതും. ഇന്നലെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ട പോലെ തന്നെ US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇറാനുമായിട്ടുള്ള സമാധാന കരാർ റദ്ദാക്കിയെന്നുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടി ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും 1962.80 കോടി രൂപയ്ക്ക് ബൈയിങ് ആണ് നടത്തിയത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഒരു ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 790.16 കോടി രൂപയ്ക്ക് ബൈയിങ്ങും നടത്തുകയും ചെയ്തു. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാ ADR സ്റ്റോക്സിനും ഇന്നലെ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ആക്സിസ് ബാങ്ക് ADRന് 2.5%, ഡോക്ടർ റെഡ്ഡീസിന് 3.5%, HDFC ബാങ്ക് ADRന് 3.5%, ICICI ബാങ്ക് ADRന് 2.25%, ഇൻഫോസിസിന് 3%, വിപ്രോയ്ക്ക് 1%, ഇടിവും നേരിട്ടു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറിന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും നിലവിൽ ഫ്ലാറ്റ് ആയിട്ട് സ്ലൈറ്റ്ലി പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി, അതായത് 10 പോയിന്റുകളുടെ പോസിറ്റീവ്നെസ്സോട് കൂടിയിട്ടാണ് ഡോ ജോൺസ് ഫ്യൂച്ചറിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇന്നലെ S&P 500ന് 0.28% നഷ്ടത്തോടുകൂടിയും അതേസമയം നാസ്ഡാക്കിന് 0.2% നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 1.69%, ഫ്രാൻസ് മാർക്കറ്റിന് 2.25%, ജർമ്മൻ മാർക്കറ്റിന് 2.5%-ലേറെയും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 2.25%, കൊറിയൻ മാർക്കറ്റ് 3.25%-നും നേട്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. എണ്ണയുടെ വിലയിൽ കുതിപ്പ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വില $71.81 ക്രൂഡ് ഓയിലിന്റെ വില $74.21 per ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. $476.96 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ ഉണ്ടായ ശക്തമായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളിലുമുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. കൂടാതെ RSI 61 എന്ന നിലയിൽ നിന്നും 48.51 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ PCR 0.61 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ബെയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 24,100 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 23,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിന്റെ ഉപസ്ഥാപനമായ SBI ഫണ്ട് മാനേജ്മെന്റ് ജൂലൈ 14-ന് പബ്ലിക് സബ്സ്ക്രിപ്ഷനായിട്ട് IPO ആരംഭിക്കുന്നതിനായി റെഡ് ഹയറിംഗ് പ്രോസ്പെക്ട്സ് കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിച്ചു. JSW എനർജി 1081 മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജശേഷി പ്രവർത്തന സജ്ജമായതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. ഇതോടുകൂടി കമ്പനിയുടെ ആകെ സ്ഥാപിത ശേഷി 14,535 മെഗാവാട്ടായി ഉയർന്നു. നാൽക്കോ ആൻഡ് NLC ഒഡീഷയിലെ അങ്കൂലിൽ 1080 മെഗാവാട്ട് ശേഷിയുള്ള താപവൈദ്യുത പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായിട്ട് 50:50 എന്ന റേഷ്യോയില് ഒരു ജോയിന്റ് വെഞ്ചർ രൂപീകരിക്കുന്നതിന് നാൽക്കോയും NLC ഇന്ത്യയും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു. TVS മോട്ടോർ കമ്പനി
LPG സിലിണ്ടറുകളുടെ അന്തിമഘട്ട വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായിട്ട് TVS മോട്ടോർ കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് തന്ത്രപരമായ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ടാറ്റ സ്റ്റീൽ Q1 ബിസിനസ് അപ്ഡേറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ ഇന്ത്യയിലെ ക്രൂഡ് സ്റ്റീലിന്റെ പ്രൊഡക്ഷനിൽ 11.3% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിലെ ക്രൂഡ് സ്റ്റീലിയത്തിന്റെ ഡെലിവറി വോളിയംസിലും 8.84% വർധനവും രേഖപ്പെടുത്തി. SML മഹീന്ദ്ര ജൂൺ മാസത്തെ മന്ത്ലി ഓട്ടോ സെയിൽസ് ഡാറ്റ കമ്പനി റിലീസ് ചെയ്തു. ടോട്ടൽ കൊമേഴ്ഷ്യൽ വെഹിക്കിളുടെ സെയിൽസിൽ 4.9% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ എക്സ്പോർട്സിൽ 46.8% ഇടിവും രേഖപ്പെടുത്തി. എങ്കിലും പ്രൊഡക്ഷനിൽ 2.65% വർധനവും രേഖപ്പെടുത്തുകയും ചെയ്തു. ബജാജ് ഫൈനാൻസ് ജൂലൈ 30 കമ്പനി Q1 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കും. ഇൻഡു ബാങ്ക് Q1 റിസൾട്ട് കമ്പനി പ്രസിദ്ധീകരിച്ചു. ഇയർ ഓൺ ഇയർ ബേസിസിൽ നെറ്റ് പ്രോഫിറ്റിൽ 11.21% ഉയർച്ച രേഖപ്പെടുത്തി. HFCL അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉൽപാദനത്തിൽ 950 കോടി രൂപ നിക്ഷേപിക്കുവാനായിട്ട് കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.